ഒന്നും രണ്ടുമല്ല, 150 ഏക്കറാ അവരുടെ പേരിലുള്ളത്. 150 ഏക്കറോ? എടാ, 150 ഏക്കർ വസ്തു. നേരെ നോക്കി ഓടിക്കേ. നേരെ നോക്കിട്ട് ഓടിക്കുന്നേ. പോ പോ. അയ്യോ എന്തി അയ്യോ എടാ, നിന്റെ മുഖത്ത് കണ്ണില്ലേടാ? നിന്റെ മുഖത്ത് കണ്ടില്ലേടി? എന്റെ മുഖത്ത് കണ്ണുണ്ട്. നീയാണ് കണ്ണു കാണാതെ എന്റെ സ്കൂട്ടറിൽ വന്ന് ഇടിച്ചേ. എന്റെ സൈക്കിൾ നീ പോ. നിനക്കൊന്നും പറ്റില്ലല്ലോ. ഇല്ല, ഇവൻ എന്തെങ്കിലും പറ്റുമോ? അവളിപ്പോ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് ഓടിക്കുന്ന നടുറോടി കൂടാണ് വണ്ടി ഓടിച്ച് പഠിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ വായി നോക്കി നടക്കുന്നേ. പോടാ അഹങ്കാരി. ഓടി കുട്ടിയാനെ. നിർത്താൻ. എടാ പ്ലീസ് ഒന്ന് വണ്ടി എടുത്ത് പോടാ പ്ലീസ്. ഞാൻ അവൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ. പോയി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. വണ്ടി എടുത്തോ. അമ്മേ, ഒന്നും പറ്റിയില്ലല്ലോ. ഉണ്ണിക്കെന്തെങ്കിലും പറ്റിയാ മതിയായിരുന്നു. പാവം. വാ പോവാ. ഇരിക്കെ. ഇനി നീ ബാക്കിലിരുന്നാ മതി. എന്റെ ചെരുപ്പ്, എന്റെ മറ്റു ചെരുപ്പ് കാണുന്നില്ല. ചെരുപ്പ് പോട്ടെ, നമുക്ക് വീട്ടിൽ പോവാം. ശരി, ഇരുന്നോ. പോവാ. പെട്ടെന്ന് വണ്ടി ചാടാവുന്നല്ലോ. അയ്യോ പിടിച്ചിരുന്നു. ആ ഗിരിയെയും പാറുവിനെ ഇവിടേക്ക് സ്വീകരിച്ച് ആനയിക്കണമെന്ന് അച്ഛനോട് ഏത് ജോത്സ്യനെ ഉപദേശിച്ചു തന്നത്? എനിക്ക് അയാളൊന്ന് കാണണം. അവളെയും അവനെ അംഗീകരിച്ചില്ലെങ്കിൽ ഈ നാട് എങ്ങനെയാ കുട്ടിച്ചോറാവുന്നെന്ന് എനിക്കറിയണം. എടാ, ഒരു ജോത്സ്യനും ഇല്ല, രാശിപ്പലകയില്ല, കവടിയും ഇല്ല. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു നുണ മാത്രവാ. അച്ഛൻ എന്തായി പറയണേ? ആ പാറുവിന്റെ ഗിരിയുടെ പേര് ഈ വീട്ടിൽ ഉയർന്നു കേൾക്കരുതെന്ന് പറഞ്ഞ അച്ഛൻ തന്നെ അവരോട് പുറത്തു കൊടുക്കുന്നത് എന്തിനാണെന്ന്? എടാ, വലയെറിയുന്നത് മീൻ പിടിക്കാൻ വേണ്ടി തന്നെയാ, അല്ലാതെ പുഴയെ സ്നേഹിച്ചിട്ടല്ല. എനിക്ക് മനസ്സിലായില്ലേ? വളർത്താനല്ല, തകർക്കാനാ ഞാൻ അവനെ ക്ഷണിച്ചു വരുത്തുന്നത്. അച്ഛൻ എങ്ങനെ തകർക്കുന്നാണ്? ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്തവനാണ് ആ ഗിരി. തകർക്കാനായിട്ട് അവന്റെ കയ്യിൽ വല്ലവും വേണ്ടേ? ആകെയുള്ളത് ആ ദ്രവിച്ച തറവാടും ഇട്ടാവട്ടം പോലുള്ള ഇത്തിരി പറമ്പുമാണ്. നിന്റെ കണ്ണിലും നാട്ടുകാരുടെ കണ്ണിലും അവനതേ ഉള്ളൂ. പക്ഷേ അതൊന്നും അല്ലടാ അവന്റെ സ്വത്ത്. നിങ്ങളൊക്കെ കാണുന്നതിനപ്പുറത്തുള്ള സ്വത്തിന്റെ അവകാശിയാണ് അവൻ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവൻ, യഥാർത്ഥത്തിൽ കോടീശ്വരൻ. ഇതൊന്നും അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ എവിടുന്ന് വന്നു ഗിരിക്ക് ഇത്രയും സ്വത്തുക്കൾ? എടാ, പുതിയതായിട്ട് കിട്ടിയതൊന്നും അല്ല. വർഷങ്ങളായി ഗിരി ആ സ്വത്തിന്റെ അവകാശിയാ. അവന് മാത്രമല്ല, അവന്റെ അനീതിമാർക്കും അതിൽ അവകാശമുണ്ട്. ഒന്നും രണ്ടുമല്ല, 150 ഏക്കറാ അവരുടെ പേരിലുള്ളത്. 150 ഏക്കറോ? എടാ, 150 ഏക്കർ വസ്തു. പക്ഷേ
ഇങ്ങനൊരു വസ്തുവുള്ള വിവരം ഗിരിക്കോ ഗിരിയുടെ അനിയത്തിമാർക്കോ ഇതുവരെ അറിയില്ല. ഈ ജന്മം അവരതറിയാനും പാടില്ല. അവരെ അറിയിക്കാതെ ഈ 150 ഏക്കറും നമുക്ക് സ്വന്തമാക്കണം. അത് നേടിയെടുക്കണമെങ്കിൽ ഗിരിയെ കൂടെ നിർത്തണം. അല്ലെങ്കില് നഷ്ടമാവുന്നത് പറഞ്ഞുവല്ലോ കോടികളാ. അച്ഛൻ പറയുന്നത് എനിക്ക് അങ്ങോട്ട് വ്യക്തമായില്ല. വ്യക്തമാവും. സമയം വരട്ടെ. ഏട്ടാ, നമ്മളെ ഈ വയ്യാത്ത കൈ വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇത് കുഴപ്പമൊന്നുമില്ല, ശീലമായി പോയില്ലേ. ആ പിന്നെ കടയിൽ പഞ്ചസാരനും പയറിന്റെ കുറവുണ്ട്. ഏട്ടനാ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ലില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. ആ. സോമു അത് പറഞ്ഞതുമില്ല. ആ ബെസ്റ്റ്. ഏട്ടനെ ഓർപ്പിക്കണം, ഞാൻ സോമനോട് പറഞ്ഞതാ. അതൊക്കെ നോക്കിക്കോളാം. പറഞ്ഞില്ലല്ലേ. ശ്ശേ. കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടന് കടയിലൊക്കെ ഒരു ശ്രദ്ധ കുറവുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ മോളെ? ഉം. പോട്ടെ. ഗിരിയുടെ പോലെ പോലെ ഒരു മിനിറ്റ്. വാ, ഇതെന്താ? ഇതൊരു ഹെൽമെറ്റ്. ഹെൽമെറ്റോ? ആ, ആർക്കാ? വേറെ ആർക്കാ? ഗിരിയേട്ടന്. എനിക്കോ? ഇവിടുന്ന് ജംഗ്ഷൻ വരെ പോകുന്നതിനാണോ എനിക്ക് ഹെൽമെറ്റ്? വെറുതെ പൈസ കളഞ്ഞല്ലോ. എവിടെ പോകുന്നതിനാണെങ്കിലും ഹെൽമെറ്റ് വെച്ചിരിക്കണം. എനിക്ക് വേണ്ട. ദാ, ഇത് വെച്ച്. അയ്യോ പാറു, ഇത് വെച്ചാൽ എനിക്ക് തലയൊറിയും, ശ്വാസം മുട്ടും. ആദ്യം അങ്ങനൊക്കെ തോന്നും, പിന്നെ ശീലായിക്കോളൂ. വേണ്ട വേണ്ട. നല്ല ശീലങ്ങള് ഇനി മുതൽ പഠിക്കണം. നമ്മൾ ഈ ഹെൽമെറ്റ് വെക്കുന്നത് എന്തിനാ? നിയമം പാലിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാ. ഇത് വെച്ചേ പറ്റൂ. പാറു, ശ്ശേ, ശ്വാസം മുട്ടുന്നു. ഇതൊന്ന് തല വെച്ചേ ഇപ്പൊ എന്താ? എനിക്ക് ശ്വാസം മുട്ടുന്നത്. അതൊക്കെ മുട്ടും. ഏട്ടൻ ഈ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചേ. ഏട്ടത്തിയമ്മ ഏട്ടന് വേണ്ടി വാങ്ങിച്ചതല്ലേ? അത് ശരിയാവില്ല, എനിക്ക് വേണ്ട. നിങ്ങളെടുത്തോ മോളെ. എനിക്ക് വേണ്ടെന്ന്. എനിക്ക് വേണ്ട. ഞാൻ ശരിയാ. പറയുന്നത് മനസ്സിലാക്കുക. സാരമില്ല. എനിക്ക് വേണ്ടെന്ന്. സാരമില്ല, സാരമില്ല. ഇനി എന്ന് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് വേണം ബൈക്ക് ഓടിക്കാൻ. ഇനിയെങ്കിലും ഞാൻ ഒന്ന് പോകട്ടെ. ശരി, ഹെൽമെറ്റ് വെച്ച് തന്നെ വരണേ. ഒന്നും കാണുന്നില്ല നേരെ. ശ്വാസം മുട്ടുന്നു. Bye.